ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസിലോട്ട് പോകുന്ന ഒരു മിനി വ്ളോഗ് കാണാം. ഏതാ പ്ലേസ് എന്നല്ലേ? എൻ്റെ അമ്മമ്മയുടെ വീട്ടിലോട്ടാ. ഇതാണ് സിന്ധു. ഇത് നമ്മുടെ വെച്ചൂർ പൈക്കൾ കാറ്റഗറിയില്ലേ, അതിൽ പെടുന്നൊരു പയ്യാണ്. അധികം ഹൈറ്റ് ഒന്നും വരാത്ത കാറ്റഗറിയിലത്തെ. ഇതാണ് നന്ദു. ഇതൊരു നാടൻ പയ്യാണ് കേട്ടോ. ഇവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാറ്റഗറി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഇവർ രണ്ടാളും ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിലത്തെ രണ്ട് ഫാമിലി മെമ്പേഴ്സ് പോലെയാണ്. പോയ പാടെ ഞങ്ങൾ ഇവരെ കാണാനാണ് ഓടിപ്പോയത്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മമ്മയുടെ വീട്. ഈ വീടിന് ഏകദേശം ഒരു 10-35 കൊല്ലത്തെ പഴക്കമുണ്ടാവും കേട്ടോ. ഇതാണ് അവിടുത്തെ അടുത്തൊരാൾ. ഇവനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല എന്നാണ് അമ്മമ്മ പറഞ്ഞത്. ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്നു കേട്ടോ അവരെ കാണാൻ. ഇത് അവിടുന്ന് എൻ്റെ താത്ത തന്നതാണ്. എന്തോ മലങ്കാളിന്ന് എന്തോ ആണ് പഴത്തിൻ്റെ പേര്. എൻ്റെ അമ്മമ്മയുടെ വീടുത്തെ മെയിൻ എൻ്റർടൈനറാണ് ഇത്. എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. ചേട്ടൻ എൻ്റെ ചന്തം വേണ്ടല്ലേ? അത് രേഷ്യേൻ്റെ ഓണക്കോടിയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? പിന്നെ അവിടുന്ന് ഓരോ ചായയൊക്കെ ഞങ്ങൾ കുടിച്ചു. ഇതാണ് എൻ്റെ ജ്യേഷ്ഠൻ രഞ്ജിത്ത്. ഇത് എൻ്റെ ഒരു കസിനാണ്, പേര് ജിഷ്ണു. ഇത് അവൻ്റെ ചേട്ടൻ വിഷ്ണു. വാട്ട് എ റൈമിങ് ഉള്ള പേരുകളല്ലേ. എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ പോയാൽ ഞങ്ങൾക്ക് ചിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് ഓൾവേസ് ഫൺ ടു ബി ദെയർ. ഞങ്ങളുടെ ബഹളം കേട്ടിട്ട് അവിടെ ബിസ്ക്കറ്റ് തിന്നിരുന്നവൻ പെട്ടെന്ന് അകത്തോട്ട് ഓടി വന്നു. അമ്മമ്മയുടെ വീട് എല്ലാവർക്കും സ്പെഷ്യലായിരിക്കും അല്ലേ. എപ്പോൾ നാട്ടിൽ പോയാലും ഞങ്ങൾ അവിടെ വരെ പോയി അവരെ കണ്ടിട്ടേ വരാറുള്ളൂ. ഈ കാണുന്നതൊക്കെ എൻ്റെ അമ്മമ്മയുടെ പൂന്തോട്ടമാണ് കേട്ടോ. താത്തയും അമ്മമ്മയും പിന്നെ പേരക്കുട്ടികളും. എല്ലാ പേരക്കുട്ടികളും ഇതിലില്ല. എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തതാണ്. ഗ്രാൻഡ് പാരൻസ് പറയുന്നത് എപ്പോഴും പാരൻസിനെ പോലെയാണ്. സ്കൂൾ വിട്ട് വെക്കേഷൻ ആകുമ്പോൾ ഇവിടെ പോയി നിന്നിട്ടുള്ള കുറേ മെമ്മറീസ് ഉണ്ട് എനിക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ പെരപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൈസ കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ താത്തയുടെ വക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഡ്വൈസ് ഉണ്ട്, കേട്ടു നോക്ക്. കർമ്മം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ധർമ്മം ചെയ്യും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.